ഇന്ന് നമുക്ക് കുറച്ച് നേരം മാതാവിനെക്കുറിച്ചൊന്ന് ധ്യാനിച്ചാലോ? ഈ വീഡിയോ മുഴുവനും കാണണേ. മാതാവിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കത് വേണം, അത് ഞാൻ ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് തിരി കത്തിച്ച് പിടിച്ച് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിക്കൂ. എന്ത് കാര്യമാണോ നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അതൊന്ന് നടന്നായിരിക്കും. അതെന്ത് കാര്യം, ഏതൊരു വിജയം, ഇപ്പോൾ ഇൻ്റർവ്യൂ പോലെയാണെങ്കിൽ അങ്ങനെ എന്താണേലും അത് നടന്നിരിക്കും. പിന്നെ ഇൻ്റർവ്യൂവിന് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് തിരി കത്തിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിൽ കാശ് രൂപം ഉണ്ടെങ്കിൽ കാശ് രൂപം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ആ കാശ് രൂപം കൂടെ കൊണ്ടുപോവുക. എന്നിട്ട് ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുൻപും അത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് അമ്മ എനിക്ക് തരും, അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കയറിക്കും. എന്ത് ചോദ്യമാണോ അവർ ചോദിക്കുന്നത് അതിന് ഉത്തരം നിങ്ങൾക്ക് അറിയില്ലേ പോലും ആ സമയത്ത് മാതാവ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കും. അത് മാതാവിനോട് വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ പറയുവാണ്, മാതാവ് തന്നിരിക്കും. നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചാൽ നമുക്ക് ലഭിക്കും എന്താണേലും. അതാണ്, നമ്മൾ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഒന്നും സാധ്യമാകില്ല, എല്ലാം തടസ്സങ്ങളായിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യമാണേലും അതൊന്ന് വിശ്വസിക്കുക. ആദ്യം ഒന്ന് വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് വിശ്വസിക്കുക. വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. ആ വിശ്വാസം തകർന്നാൽ നമുക്ക് പിന്നെ ഒന്നും നേടാൻ കഴിയില്ല. അതുകൊണ്ട് മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കാശുരൂപമായിട്ട് ഇൻ്റർവ്യൂവിന് പോകാനുള്ളവരാണെങ്കിൽ ഇൻ്റർവ്യൂവിന് പോവുക. അങ്ങനെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും ഇന്ന് ഇറങ്ങാനുള്ളവരാണെങ്കിൽ അങ്ങനെ ഇറങ്ങുക.